വീഡിയോ ഉണ്ടല്ലോ പേപ്പർ സ്ട്രോ വെച്ചിട്ടുള്ള കുറച്ചധികം ക്രാഫ്റ്റുകളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പേപ്പർ സ്ട്രോ ഇനി വാങ്ങണ്ടേന്ന്. മേടിക്കേണ്ട. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് പേപ്പർ സ്ട്രോ ആണ്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ സ്ട്രോസ്. ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള പേപ്പർ സ്ട്രോ ആണ് വേണമെങ്കിൽ ആദ്യം വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കളർ പെയിന്റ് ഇങ്ങനെ സ്പൈറൽ രൂപത്തിൽ കൊടുത്താലോ മതി, അല്ലെങ്കിൽ ഇതുപോലെ കളർ പേപ്പർ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത കളർ പേപ്പറിൽ കംപ്ലീറ്റ് പശ തേച്ചിട്ട് ഇതുപോലെ സ്പൈറലായിട്ട് ഒന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കളർ പേപ്പർ സ്ട്രോസ് റെഡിയായി. ഇങ്ങനെ ഞാൻ 2 കളറാണ് ചെയ്തെടുത്തത് കേട്ടോ. ഒന്ന് ഈ യെല്ലോ കളറാണ്, മറ്റേത് ഒരു ഓറഞ്ച് കളർ. ഇത് വെച്ചിട്ടുള്ള ഒരു 4 ക്രാഫ്റ്റ് ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പ്രത്യേകിച്ച് പശകളൊന്നും യൂസ് ചെയ്യാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലൊരു സ്റ്റാർ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പേപ്പർ സ്ട്രോന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള 5 പേപ്പർ സ്ട്രോ എടുക്കുക. എന്നിട്ട് അതിനെല്ലാം ഇതുപോലെ ഒരു ത്രെഡിൽ കോർത്തെടുക്കണം. ഇനി അതിനെ നന്നായിട്ട് ടൈറ്റായി കെട്ടിയതിന് ശേഷം ഇതുപോലെ മടക്കി മറ്റേതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ എടുത്തിട്ട് ഇതിനെ ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ സെറ്റായി കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ 2 കളർ സ്ട്രോ വെച്ചിട്ടും സ്റ്റാർ ഉണ്ടാക്കി. ഇതുപോലെ ഒരുപാടെണ്ണം അങ്ങനെ തൂക്കിയിട്ട് നല്ല രസമായിരിക്കില്ലേ. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ സ്ട്രോ വെച്ചിട്ട് കുറച്ച് ലാവൻഡേഴ്സ് ആണ് കേട്ടോ. അതിന് നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ അല്ല യൂസ് ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട് കുറച്ചുകൂടി നീളത്തിൽ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഡയറിയിൽ നിന്നുള്ള കുറച്ച് ഏടൊക്കെ കീറിയെടുത്തു. അതിൽ നമ്മൾ പേപ്പർ സ്ട്രോ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ പശ തേച്ചിട്ട് ഇങ്ങനെ തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതിലിപ്പോൾ തെർമോക്കോൾ ബോൾസും കൂടി വേണം. ഇതിനൊരു പേപ്പർ സ്ട്രോ ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ് കേട്ടോ. തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ബോൾസിനൊക്കെ പെയിൻറ് ചെയ്ത് കൊടുത്തു. ലാവൻഡർ കളർ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ തണ്ടിന് ഗ്രീൻ കളർ കൊടുത്തു. ഇനി കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഈ ക്രേപ്പ് പേപ്പറിൽ നിന്നാണ് ഞാൻ ഈ ലീഫുകൾ കട്ട് ചെയ്തെടുത്തത്. ഒരു 3-4 മതി, കുറേയൊന്നും വേണ്ട. എല്ലാത്തിലും ഒട്ടിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുട്ടി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം ഞാനൊരു 3 കട്ട് ചെയ്തെടുത്തിട്ട് അതെല്ലാം ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ ലാവൻഡറിൻ്റെ പണി. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവർ വേസിലോ എന്തിലേക്കൊക്കെ വെക്കാം. നല്ലൊരു അടിപൊളി ഡെക്കോർ ഐറ്റം അല്ലേ ഇത്. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ലൈക്കും ഷെയറൊക്കെ ഉണ്ട്, അതിലൊന്നും ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്ന പറ്റുന്നില്ല, മറക്കാണ്ടിരിക്കാനാട്ടോ. നമ്മുടെ 3rd ഐഡിയ എന്ന് പറയുന്നത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഗ്രിഡാണ്. വാൾ ഗ്രിഡ് ആയിട്ടുള്ളൊരു വാൾ ഡെക്കോർ. അതിന് നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ അല്ല ഞാൻ യൂസ് ചെയ്തത്. കുറച്ച് പ്ലെയിൻ ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് സാധാ പോലെ തന്നെ ഡയറിയിൽ നിന്ന് കീറിയെടുത്തു. മിക്കവാറും ഈ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ആ ഡയറിയുടെ ഏടുകൾ തീരാനാണ് സാധ്യത കേട്ടോ. ഇനി അതിനെ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പെയിൻറ് ചെയ്യുക ചെയ്തത്. ഈ ഒരു പർപ്പിൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളറും നല്ല ഡാർക്ക് പിങ്ക് കളറായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അതും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ഈ കളർ കിട്ടിയത്. പെയിൻറ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഇത് കുറേ ആയിട്ട് മുന്നേ എടുത്തു വെച്ച ഒരു പ്രിൻ്റ് ആയിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് വെച്ചിരുന്ന. അപ്പം ഇതിനെന്തായാലും ഉപകാരപ്പെട്ടു. അപ്പം അതും കൂടിയും കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുത്തു. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ഇച്ചിരി പശ തേച്ചിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഒന്ന് തൂവി കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മുടെ വാൾ ഗ്രിഡ് പോലുള്ള ഈ വാൾ ഡെക്കോറും സെറ്റായി. നല്ലൊരു അട്രാക്റ്റീവ് ഐറ്റമാണ്. റൂമിലൊക്കെ വെച്ചാൽ നല്ല എസ്തെറ്റിക് ലുക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ വെച്ചിട്ടുള്ള ഫൈനൽ ക്രാഫ്റ്റ് ആണ്. ഇതോടുകൂടി എൻ്റെ കയ്യിലുള്ള പേപ്പർ സ്ട്രോ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു, കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് 4 പുറം നമ്മുടെ പൈപ്പ് സ്ട്രോ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിന് വേണമെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ ജസ്റ്റ് സെൻറ്റർ പോർഷൻ മാത്രം പെയിൻറ് ചെയ്തു. എന്നിട്ട് നമ്മുടെ നേരത്തെ ബട്ടർഫ്ലൈ ഇല്ലേ, അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. ഫൈനലി ഒരു സ്റ്റാൻഡും കൂടിയും കൊടുത്തു. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും മറക്കണം.